വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോസുമായിട്ട് വന്നേക്കണം. കവിത തിയേറ്ററിലാണ് ഞാൻ നിൽക്കുന്നത്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പുതിയ ട്രെയിലർ ലോഞ്ച് അനൗൺസ്മെൻറ്റ് നടത്തി. അപ്പോൾ മോഹൻലാൽ ഈ കവിത തിയേറ്ററിൽ വന്നു. മമ്മൂട്ടി തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് വന്നത്. ഇന്ന് തന്നെയാണ് എല്ലാവരും. ഫഹദ് ഫാസിലും വന്നു, ഡയറക്ടറും വന്നു. ഹലോ ഗൈസ്, ഇതാ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയും സിനിമ ഫസ്റ്റ് ട്രെയിലർ ലോഞ്ച് ഇവിടെ കവിത തിയേറ്ററിലാണ്. നമസ്കാരം. ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും സാധനം വായിച്ചു ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഉറപ്പായിരിക്കും സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. വില്ലൻ ചേട്ടനാണോ? ആ അതെ അതെ. എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം കഴിഞ്ഞിട്ടുള്ള പടമല്ലേ അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള പടമായതുകൊണ്ട് ഉറപ്പായിട്ടും ഇത്രയും ഗ്യാപ്പ് പണ്ടൊക്കെ എനിക്കൊരു നമുക്ക് ലാസ്റ്റ് 19 വർഷം ഒരുമിച്ചിട്ടുണ്ട്. ഒന്ന് വഴി കൊടുത്താൽ മുമ്പിൽ
ചോദിക്കോ അവർക്ക് ചോദിക്കാം ആൾക്കാർക്ക് അല്ലാതെ ഇവിടെ പോകും. ഓരോ സമയത്ത് കണ്ടപ്പോൾ ഓരോ പ്രശ്നം വന്നുകൊണ്ടിരിക്കും. തിയേറ്ററിൽ കാണാൻ ഭയങ്കര ഡെഫിനറ്റ്ലി ഉറപ്പായിട്ട് കാണും. സൂപ്പറായിരുന്നു. മമ്മൂട്ടി മോഹൻലാലും കൂടി ഒരുമിച്ചല്ലേ, അടിപൊളിയായിരുന്നു. ഒരു തകർത്താട അഴിഞ്ഞാട്ടം പോലെ ഉറപ്പായിട്ടും. താങ്ക് യു. എങ്ങനെയുണ്ടെന്ന് പറയാണ്ടോ, കത്തിന് പൊടിയല്ലേ, തകർക്കാണ്. ഗംഭീരായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മമ്മൂക്കയും മോഹൻലാലും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷനുള്ള കട്ട വെയിറ്റിംഗ് ആണ് ആരാധകര് എല്ലാവരുടെയും. ഗംഭീരായിരിക്കണം. എങ്ങനെയുണ്ടായി? എന്താ പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലയിൽ ലാലേട്ടനാണ് ഇവിടെ മിന്നിച്ചെങ്കിൽ നമ്മുടെ മമ്മൂക്ക തൃശ്ശൂർ പോയിട്ടാണ് മിന്നിക്കുന്നത്. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ ട്രെയിലർ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത്രയ്ക്കും ഒരു ബോളിവുഡ് ടച്ചിലേക്ക് എത്തുന്നുണ്ട്. ഇനി നമുക്ക് മെയ് 1-ാം തീയതി വരും കട്ട വെയിറ്റിംഗ്. കാരണം ഇനി അത്ര ദിവസം വെയിറ്റ് ചെയ്യണമെന്നുള്ള ഓർക്കുമ്പോഴാണ് വിഷമം. എന്തായാലും ആരാധകരൊക്കെ ഭയങ്കര ആവേശത്തിലാണ് എല്ലാവരും. അതിലുള്ള എല്ലാവരും ജാക്കോബനായാലും ഫഹദായാലും അതിൽ ഓരോ കഥാപാത്രങ്ങളാണെങ്കിലും ഒക്കെ നല്ല മികച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയ് 1-ാം തീയതി അതിന്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതിന് വരെ ഞങ്ങൾ കട്ട് വെയിറ്റിംഗ് ആണ്. എല്ലാ ഫാൻസുകാരും ഇവിടെ ഉണ്ടായിരുന്നു. ഞെട്ടിച്ചോ? പിന്നെ തീർച്ചയായിട്ടും രണ്ട് താരരാജാക്കന്മാരുടെ മൂവിയാണ് വരാൻ പോകുന്നത്. പ്രേക്ഷകരെ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ഇനി ട്രെയിലർ വെച്ച് അതുപോലെ ഒരു ഉത്സവം മാതിരിയാണ് ഇന്ന് എറണാകുളത്തെ കവിതയിലും നമ്മൾ ആഘോഷിച്ചത്. തൃശ്ശൂരിലെ കാര്യം അതിന്റെ അപ്പുറമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അധിക രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ട്വിസ്റ്റുള്ള പടമാണെന്ന് തോന്നുന്നു. ഇന്ദ്രൻസേട്ടത്തെ ചെറുതായിട്ടേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ സിനിമ വരുമ്പോൾ വലിയൊരു സംഭവമാകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീപ്പൊരികൾ വന്നിട്ട് തീയിട്ടിട്ടാണ് പോയി. സത്യം പറഞ്ഞാൽ എന്താണ് രാജാവും ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ സാധനം കേട്ടോ. ഇതൊക്കെ മെയ് 1-ാം തീയതി പറഞ്ഞാൽ അതുവരെ കാത്തിരിക്കണ്ടേന്ന് ആലോചിച്ചിട്ടായിരിക്കും. നല്ല പരിപാടി, നല്ല പൊളപ്പൻ സാധനം. ഒരു രക്ഷയില്ല കേട്ടോ. മമ്മൂട്ടി മോഹൻലാലിനെ ആ സ്ക്രീനിൽ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനത്തെ ഒരു സംഭവം തോന്നുന്നു. ബാലേട്ടനും വലിയേട്ടനും അത് ആ ഒരു കോംബോ എല്ലാവരും കാണേണ്ടതാണ്. ഇന്നിപ്പോ കാണാത്തവരൊക്കെ എല്ലാം കണ്ട് സന്തോഷിക്കുക. എന്തായാലും